ഹായ് 2026 ജൂലൈ മാസത്തിലെ ആ ഒരു ദിവസം ലോകം മുഴുവൻ കാത്തിരിക്കുന്ന രാത്രി ഒരു സ്റ്റേഡിയത്തിൽ 80,000 പേർ. പക്ഷേ അതേസമയം തിരുവനന്തപുരത്തെ ചെറിയ ഗ്രാമത്തിൽ ഒരാൾ ടിവിയുടെ മുന്നിലിരിക്കുന്നു. അങ്ങ് കോഴിക്കോടാണെങ്കിലോ ഒരാൾ മൊബൈലിൽ കാണുന്നു. ഇനി കണ്ണൂരോ ഒരു കുടുംബം വലിയ സ്ക്രീനിൽ കാണുന്നു. ഇനി ഇങ്ങ് മലപ്പുറത്താണെങ്കിലോ ലക്ഷക്കണക്കിന് ആരാധകർ ഒരുമിച്ച് ആർത്തു വിളിക്കുന്നു. സ്റ്റേഡിയത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയിരിക്കുന്ന ഇവർക്ക് ഒരേ ഗോൾ. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെ എത്തുന്നു? ഞാൻ മിഥുൻ. ഇത് വേൾഡ് കപ്പ് മലയാളം. ഫുട്ബോൾ ഇത് വെറും ഒരു കളിയല്ല, രാജ്യങ്ങളുടെ അഭിമാനം, കോടിക്കണക്കിന് ആരാധകരുടെ വികാരം. ഒരു ഗോൾ, ഒരു നിമിഷം, ഒരു കിരീടം ചരിത്രം തന്നെ മാറ്റിമറിക്കും. ഈ വേൾഡ് കപ്പിലും അതുതന്നെയായിരുന്നു സംഭവിച്ചത്. ആരും പ്രതീക്ഷിക്കാത്ത ഫലങ്ങൾ. ലോക ഫുട്ബോളിലെ വമ്പന്മാർ പുറത്തായി. ബ്രസീൽ പോലുള്ള ടീം പോലും ആരാധകരെ നിരാശരാക്കി. ഞാനൊരു ബ്രസീൽ ആരാധകനാണ്, അതുകൊണ്ട് ആ തോൽവി എനിക്കും വേദന തന്നെയായിരുന്നു. പക്ഷേ ഫുട്ബോൾ ആരുടെയും പേരിൽ എഴുതിയിട്ടില്ല. ഓരോ മത്സരവും പുതിയ കഥയാണ്. മറുവശത്ത് അർജന്റീന വീണ്ടും ഫൈനലിലേക്ക്. ഓരോ മത്സരത്തിലും സമ്മർദ്ദം, അവസാന നിമിഷങ്ങൾ വരെ നീണ്ട പോരാട്ടങ്ങൾ, നിർണായക സമയങ്ങളിൽ നേടിയ ഗോളുകൾ. ഇതോടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഒരു ചോദ്യം ഉയർന്നു: ഫിഫ അർജന്റീനയെ സഹായിക്കുന്നുണ്ടോ? യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ആയിരക്കണക്കിന് വീഡിയോകൾ, ലക്ഷക്കണക്കിന് കമൻറ്റുകൾ. ചിലർ പറഞ്ഞു ഇത് മുഴുവൻ സ്ക്രിപ്റ്റഡ് ആണെന്ന്. മറ്റു ചിലർ ഇത് അർജന്റീനയുടെ മെൻ്റൽ സ്ട്രെങ്താണ്. സത്യമെന്താണ്? സത്യമായി പറഞ്ഞാൽ ഇതുവരെ ഫിഫ അർജന്റീനയെ അനുകൂലിച്ചെന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക തെളിവുകളൊന്നുമില്ല. വാർ തീരുമാനങ്ങളായാലും റഫറി തീരുമാനങ്ങളായാലും എല്ലാം ഇന്നും ആരാധകർക്കിടയിലെ വലിയ ചർച്ചകളാണ്. അഭിപ്രായങ്ങൾ വേറെയാകാം. തെളിവില്ലാത്ത കാര്യങ്ങൾ വസ്തുതയായി പറയാൻ പാടില്ല. എന്നാൽ ഇന്നത്തെ വീഡിയോ അർജന്റീനയെക്കുറിച്ചോ ബ്രസീലിനെക്കുറിച്ചോ ആരാണ് ജയിക്കുക എന്നതിനെ കുറിച്ചോ അല്ല. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ചോദ്യം വേറെയാണ്. സ്റ്റേഡിയത്തിൽ ഒരു ഗോൾ പിറക്കുന്ന ആ നിമിഷം ലോകത്തിൻ്റെ എല്ലാ കോണിലും, ടിവിയിലും, മൊബൈലിലും, ലാപ്ടോപ്പിലും, ബിഗ് സ്ക്രീനിലും അത് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെ എത്തുന്നു? ഒരു ഗോൾ, ഒരു ക്യാമറ, ഒരു സിഗ്നൽ. പിന്നെ ലോകം മുഴുവൻ ഇത് മാജിക്കല്ല. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആയിരക്കണക്കിന് എഞ്ചിനീയർമാരും നൂറുകണക്കിന് ക്യാമറകളും സാറ്റലൈറ്റുകളും ഫൈബർ ഒപ്റ്റിക് കേബിളുകളും സബ്മറൈൻ ഇൻ്റർനെറ്റ് കേബിളുകളും സൂപ്പർ കമ്പ്യൂട്ടർ സെർവറുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും. ഇന്ന് നമ്മുടെ സ്റ്റേഡിയത്തിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്കുള്ള ഒരു ഗോളിൻ്റെ മുഴുവൻ യാത്ര കാണാൻ പോവുകയാണ്. ഒരു യാത്ര മനുഷ്യർ നിർമ്മിച്ച ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൂടെ ഇപ്പോൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പോകാം. ഒരു വേൾഡ് കപ്പ് ഫൈനൽ തുടങ്ങുന്നതിന് മണിക്കൂറുകൾ മുമ്പ് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. സ്റ്റേഡിയത്തിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് സെന്റർ വരെ മത്സരം തുടങ്ങാൻ ഇനി 3 മണിക്കൂർ ബാക്കി. പക്ഷേ സ്റ്റേഡിയം ഇതിനകം ഒരു ചെറിയ നഗരമായി മാറിയിരിക്കുന്നു. ആയിരക്കണക്കിന് ജീവനക്കാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, ടെക്നീഷ്യന്മാർ, ക്യാമറ ഓപ്പറേറ്റർമാർ, എഞ്ചിനീയർമാർ എല്ലാവരും അവരുടെ അവസാന പരിശോധനകളിലാണ്. കാരണം ഇവിടെ ഒരു ചെറിയ പിഴവ് പോലും വലിയ നഷ്ടം നൽകേണ്ടി വരും. ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളുടെ സ്ക്രീൻ ഉറപ്പാകാൻ അത് മതി. ഒരു സാധാരണ ഫുട്ബോൾ മത്സരം കാണാൻ ഒരു ക്യാമറ മതിയെന്ന് തോന്നാം. പക്ഷേ വേൾഡ് കപ്പ് ഫൈനൽ ഒരു ക്യാമറ ഇല്ല, 20 അല്ല, 30 അല്ല. ചില സ്റ്റേഡിയങ്ങളിൽ 40 മുതൽ 50 വരെ ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ കാരണം ഓരോ ക്യാമറയ്ക്കും ഓരോ ജോലിയാണ്. ഒരു ക്യാമറകൾ മൈതാനം കാണിക്കും, മറ്റൊന്ന് കളിക്കാരുടെ മുഖത്ത് വികാരങ്ങൾ മാത്രം പകർത്തും, മറ്റൊന്ന് കോച്ചിൻ്റെ പ്രതികരണം, മറ്റൊന്ന് ആരാധകരുടെ ആഘോഷം. പോസ്റ്റിന് പിന്നിലെ പ്രത്യേക ഗോൾ ക്യാമറ, ലൈൻ ക്യാമറ, കോർണർ ക്യാമറ, ടച്ച് ലൈൻ ക്യാമറ ഓരോ ആംഗിളിലും പ്രത്യേകം റെക്കോർഡ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ഷോട്ടുകളിൽ ക്യാമറ പക്ഷിയെ പോലെ കളിക്കാർക്ക് മുകളിലൂടെ പറക്കുന്നതായി തോന്നും. അതൊരു ഡ്രോൺ അല്ല, അതിൻ്റെ പേര് സ്പൈഡർ ക്യാം. സ്റ്റേഡിയത്തിൻ്റെ 4 കോണുകളിലും കെട്ടിയിരിക്കുന്ന ശക്തമായ സ്റ്റീൽ കേബിളുകളിലാണ് അത് തൂങ്ങിക്കിടക്കുന്നത്. കമ്പ്യൂട്ടർ നിയന്ത്രിക്കുന്ന മോട്ടോറുകൾ ഉപയോഗിച്ച് അത് അതിവേഗത്തിൽ സഞ്ചരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയുള്ള മനോഹരമായ ആംഗിളുകളിൽ കാണാൻ കഴിയുന്നത്. ഒരു ഗോൾ റീപ്ലേ കാണുമ്പോൾ
പന്ത് കാലിൽ നിന്ന് വിടുന്നത് മുഖത്തെ വിയർപ്പ് തുള്ളികൾ ഗോൾ കീപ്പറുടെ കയ്യിലെ വിരലുകൾ വരെ വ്യക്തമായി കാണാറുണ്ട്. സാധാരണ ക്യാമറ കൊണ്ട് സാധ്യമല്ല. സാധാരണ ക്യാമറ ഒരു സെക്കൻഡിൽ ഏകദേശം 30 അല്ലെങ്കിൽ 60 ഫ്രെയിമുകൾ റെക്കോർഡ് ചെയ്യും. പക്ഷേ സൂപ്പർ സ്ലോ മോഷൻ ക്യാമറ ഒരു സെക്കൻഡിൽ 100 കണക്കിന്, ചിലപ്പോൾ 1000-ലധികം ഫ്രെയിമുകൾ വരെ റെക്കോർഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരു സെക്കൻഡ് നീളുന്ന സംഭവം പോലും അതിശയകരമായ സ്ലോ മോഷനിൽ കാണാൻ കഴിയുന്നത്. വീഡിയോ മാത്രം പോരാ, ശബ്ദവും അത്രത്തോളം പ്രധാനമാണ്. സ്റ്റേഡിയത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേക മൈക്രോഫോണുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ആരാധകരുടെ ആരവം, പന്ത് തട്ടുന്ന ശബ്ദം, റഫറിയുടെ വിസിൽ, കോച്ചിൻ്റെ നിർദ്ദേശങ്ങൾ വേർതിരിച്ച് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ചില റഫറിമാർ ധരിക്കുന്ന മൈക്രോഫോണുകളിലൂടെ അവരുടെ ശബ്ദവും ലഭിക്കും. പക്ഷേ ഒരു ഓഡിയോ എഞ്ചിനീയർ ഈ എല്ലാ ശബ്ദങ്ങളും ബാലൻസ് ചെയ്ത് ഒരു ഫൈനൽ ഓഡിയോ ഫീഡ് തയ്യാറാക്കുന്നു. അതിനാലാണ് വീട്ടിലൊന്ന് പോലും സ്റ്റേഡിയത്തിലെ ആവേശം നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഒരു ചോദ്യം, ഈ എല്ലാ ക്യാമറകളിൽ നിന്നുള്ള വീഡിയോ എവിടെയാണ് എത്തുന്നത്? ഔട്ട്സൈഡ് ബ്രോഡ്കാസ്റ്റ് വാൻ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വലിയ ട്രക്ക് പോലെ തോന്നുമെങ്കിലും അതിൻ്റെ അകത്ത് കയറിയാൽ അത് വലിയൊരു ടെലിവിഷൻ സ്റ്റേഷനാണ്. ഡസൻ കണക്കിന് മോണിറ്ററുകൾ, വീഡിയോ സ്വിച്ചുകൾ, ഓഡിയോ കൺസോളുകൾ, സെർവറുകൾ, ഹൈസ്പീഡ് കമ്പ്യൂട്ടറുകൾ, നിരവധി എഞ്ചിനീയർമാർ. ഇവിടെയാണ് യഥാർത്ഥ മാജിക് നടക്കുന്നത്. ഒരു ഗോൾ പിറന്നു. ഇപ്പോൾ ലോകം ഏത് ക്യാമറ കാണണം? സ്പൈഡർ ക്യാം ആണോ, റോൾ ക്യാമറ ആണോ, പ്ലെയർ ക്ലോസപ്പ് ആണോ, റീപ്ലേ ആണോ? ഈ തീരുമാനം എടുക്കുന്നത് ബ്രോഡ്കാസ്റ്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാ ക്യാമറകളുടെയും ലൈവ് ഫീഡ് ഉണ്ടാകും. ഒരു ബട്ടൺ അമർത്തുമ്പോൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ സ്ക്രീനിൽ അതേ ക്യാമറ പ്രത്യക്ഷപ്പെടും. സെക്കൻഡുകൾക്കുള്ളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കാരണം ലൈവ് ബ്രോഡ്കാസ്റ്റ് ആരെയും കാത്തിരിക്കില്ല. ഇപ്പോൾ വരെ എല്ലാ ക്യാമറകളും, എല്ലാ ശബ്ദങ്ങളും, റീപ്ലേകളും, ഗ്രാഫിക്സുകളും ഒരു പെർഫെക്റ്റ് ലൈവ് വീഡിയോ ആയി തയ്യാറാക്കി. പക്ഷേ ഇതിപ്പോഴും സ്റ്റേഡിയത്തിനുള്ളിലുണ്ട്. ഇനി ഇത് ലോകത്തിൻ്റെ എല്ലാ കോണിലേക്കും എത്താം. സാറ്റലൈറ്റ് എങ്ങനെ ഈ വീഡിയോ സ്വീകരിക്കുന്നു? ഫൈബർ ഒപ്റ്റിക് കേബിളിൽ വെളിച്ചം ഉപയോഗിച്ച് ഡാറ്റ എങ്ങനെ സഞ്ചരിക്കുന്നു? കടലിനടിയിലെ സബ്മറൈൻ കേബിളുകൾക്ക് വേൾഡ് കപ്പുമായി എന്താണ് ബന്ധം? അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ഗോൾ പിറന്നു. സ്റ്റേഡിയത്തിലെ എല്ലാ ക്യാമറകളും ആ നിമിഷം റെക്കോർഡ് ചെയ്തു. ഒബിവാൻ ആ ദൃശ്യങ്ങൾ ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റ് സിഗ്നലാക്കി മാറ്റി. ഇനി ചോദ്യം, ഈ വീഡിയോ ലോകത്തിൻ്റെ എല്ലാ കോണിലേക്ക് അതിൽ 4K അല്ലെങ്കിൽ 8K വീഡിയോ, പല ഓഡിയോ ചാനൽസ്, കമൻട്രി, ഗ്രാഫിക്സ്, സ്കോർ ബോർഡ്, വാർ ഡാറ്റ, ഇത്രയും വലിയ വീഡിയോ അതേ രൂപത്തിലയച്ചാൽ എന്ത് സംഭവിക്കും? ഇന്റർനെറ്റ് തകരും. അതുകൊണ്ട് ആദ്യം നടക്കുന്നത് വീഡിയോ എൻകോഡിംഗ് ആണ്. ലളിതമായി പറഞ്ഞാൽ ഒരു വലിയ ഫയൽ ഗുണനിലവാരം പരമാവധി നിർത്തിക്കൊണ്ട് ചെറിയ വലുപ്പത്തിലേക്കുന്ന പ്രക്രിയ. ഇതിനായി പ്രത്യേകം ഹാർഡ്വെയർ എൻകോഡറുകളും സോഫ്റ്റ്വെയർ എൻകോഡറുകളും ഉപയോഗിക്കുന്നു. ഇവ സെക്കൻഡുകൾക്കുള്ളിൽ കോടിക്കണക്കിന് പിക്സലുകൾ വിശകലനം ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ മാത്രം അയക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ ലൈവ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തയ്യാറാക്കിയ സിഗ്നൽ വലിയ ഡിഷ് ആന്റിനകളിലൂടെ ആകാശത്തേക്ക് അയക്കപ്പെടുന്നു. ഇതിനെ അപ്ലിങ്ക് എന്നാണ് പറയുന്നത്. സിഗ്നൽ ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലുള്ള ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിലേക്ക് എത്തുന്നു. ആ സാറ്റലൈറ്റ് ഭൂമിയുടെ ഭ്രമണ വേഗത്തിനൊപ്പമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അത് ആകാശത്ത് ഒരേ സ്ഥാനത്ത് നിൽക്കുന്നത് പോലെ തോന്നും. സാറ്റലൈറ്റ് ആ സിഗ്നലിനെ സ്വീകരിച്ച ഉടൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷനിലേക്ക് തിരിച്ച് അയക്കും. ഇതാണ് ഡൗൺ ലിങ്ക്. പലർക്കും തോന്നും ലൈവ് ബ്രോഡ്കാസ്റ്റ് മുഴുവൻ സാറ്റലൈറ്റ് വഴിയാണെന്ന്. പക്ഷേ ഇന്ന് അതല്ല സത്യം. ലോകത്തിൻ്റെ വലിയൊരു ഭാഗം ആശ്രയിക്കുന്നത് ഫൈബർ ഒപ്റ്റിക് കേബിളുകളെയാണ്. ഫൈബർ ഒപ്റ്റിക് വെളിച്ചത്തിൻ്റെ സാധാരണ ചെമ്പ് വയറിലൂടെ വൈദ്യുതി സഞ്ചരിക്കും. പക്ഷേ ഫൈബർ ഒപ്റ്റിക് കേബിളിൽ സഞ്ചരിക്കുന്നത് വെളിച്ചമാണ്. അതെ, ലേസർ ലൈറ്റ്. വളരെ നേർത്ത ഗ്ലാസ് ഫൈബറിലൂടെ ഈ വെളിച്ചം അതിവേഗത സഞ്ചരിക്കുന്നു. ഒരു പ്രകാശ സ്പന്ദനം 0യും 1മായ ഡിജിറ്റൽ വിവരങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോ. യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് പ്രകാശ സ്പന്ദനങ്ങളുടെ ഒഴുക്കാണ്. ഇതാണ് ഫൈബർ ഒപ്റ്റിക് ടെക്നോളജിയുടെ അത്ഭുതം. ഇപ്പോൾ മറ്റൊരു അത്ഭുതം, ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഡാറ്റ സാറ്റലൈറ്റ് വഴിയല്ല പ്രധാനമായും പോകുന്നത്.
അത് കടലിനടിയിലൂടെയാണ്. സബ്മാറിൻ ഫൈബർ ഒപ്റ്റിക് കേബിളുകളിലൂടെയാണ്. ലോകസമുദ്രങ്ങളുടെ അടിത്തട്ടിലൂടെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ ഈ കേബിളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയെ ചിലർ ഇതിന്റെ ഹൈവേ എന്നും വിളിക്കുന്നു. കേബിൾ കേടായാൽ മറ്റു റൂട്ടിലൂടെ ഡാറ്റ പോകും. അതിനാലാണ് വലിയ തകരാറുകൾ പോലും പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നത്. ഇപ്പോൾ ഒരു വലിയ ചോദ്യം: ഫൈനൽ മത്സരം ഒരേ സമയം 100-ലധികം ആളുകൾ കാണുന്നുവെന്ന് കരുതും. എല്ലാവർക്കും ഒരേ സർവറിൽ നിന്ന് വീഡിയോ അയച്ചാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ടാണ് CDN അഥവാ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു? ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ആയിരക്കണക്കിന് സെർവറുകൾ ഉണ്ടാകും. കേരളത്തിൽ ഇരിക്കുന്ന നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അമേരിക്കയിലെ സെർവറിൽ നിന്ന് അല്ല, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സെർവറിൽ നിന്നാണ് വീഡിയോ ലഭിക്കുന്നത്. അതുകൊണ്ട് ബഫറിംഗ് കുറയുന്നു, സ്പീഡ് കൂടുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കണ്ടാൽ സെർവർ തകരുന്നില്ല. നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ജിയോ ഹോട്ട്സ്റ്റാർ, ഡിസ്നി എല്ലാവരും ഇതേ ആശയമാണ് ഉപയോഗിക്കുന്നത്. അവർക്കും ഉണ്ടായ അനുഭവമാണ്. അടുത്ത വീട്ടിൽ ഗോൾ വിളിച്ചു കേൾക്കും, പക്ഷേ നിങ്ങളുടെ ടിവിയിൽ ഇപ്പോൾ ഡിലേ ഉണ്ടാകുന്നത്. ഇതുവരെ നാം കണ്ടത് വീഡിയോ ലോകത്തേക്ക് എത്തുന്ന രീതിയാണ്, പക്ഷേ അതിലൂടെ ഫലം തന്നെ തീരുമാനിക്കാൻ സഹായിക്കുന്ന ടെക്നോളജിയാണ് വാർ. ഫുട്ബോളിൽ എവിടെയെല്ലാം എത്തിയിരിക്കുന്നു. അതാണിനി. ഒരു ഗോൾ പിറന്നു, സ്റ്റേഡിയം മുഴുവൻ ആഘോഷത്തിലാണ്. പക്ഷേ റഫറി ചെവിയിലൂടെ ഹെഡ്സെറ്റ് സ്പർശിക്കുന്നു, കളി നിർത്തുന്നു. പ്രത്യേക വീഡിയോ ഓപ്പറേറ്റർ റൂമിലാണ് VAR ടീം ഇരിക്കുന്നത്. അവരുടെ മുന്നിൽ ഒരേ സമയം ഡസൻ കണക്കിന് ക്യാമറകളുടെ ലൈവ് ഫീഡ് ആകുന്നതാണ്. ഓഫ്സൈഡ് ആണോ, ഹാൻഡ്ബോൾ ആണോ, ഫൗൾ ആണോ അനാലിക്കുന്നത് പഴയ രീതിയിലല്ല. സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേക ട്രാക്കിംഗ് ക്യാമറാസ് സെക്കൻഡിൽ പല തവണ കളിക്കാരുടെ ശരീരത്തിന്റെ പ്രധാന പോയിന്റുകൾ ട്രാക്ക് ചെയ്യുന്നു. അതോടൊപ്പം പന്തിനുള്ളിലും ഓരോ പ്രത്യേക സെൻസർ ഉണ്ടായിരിക്കും. പന്ത് എപ്പോൾ തട്ടിയെന്ന്, പന്ത് പൂർണ്ണമായി ഗോൾ ലൈൻ കടന്നോ, മനുഷ്യന്റെ കണ്ടുകൊണ്ട് അത് കൃത്യമായി പറയാൻ പലപ്പോഴും സാധിക്കില്ല. അതിനാലാണ് ഗോൾ ലൈൻ ടെക്നോളജി നിരന്തരം നിരീക്ഷിക്കുന്നു. പന്ത് ഗോൾ ലൈൻ പൂർണ്ണമായും കിടന്ന നിമിഷം 1 സെക്കൻഡിനുള്ളിൽ തന്നെ റഫറിയുടെ കയ്യിലെ വാച്ചിലേക്ക് സന്ദേശം എത്തും: ഗോൾ. അതുകൊണ്ടാണ് ഇന്ന് ഗോൾ തീരുമാനങ്ങൾ കൂടുതൽ കൃത്യമായത്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ഒരേ സമയം മത്സരം കാണുമ്പോൾ ഇന്റർനെറ്റ് തകർന്നില്ലേ? കാരണം പിന്നിൽ പ്രവർത്തിക്കുന്നത് ലോകത്തുണ്ടായാൽ മറ്റൊരു സെർവർ ഉടൻ തന്നെ ജോലിയിൽ ഏറ്റെടുക്കും. അതുകൊണ്ടാണ് വേൾഡ് കപ്പ് പോലുള്ള വൻ ഈവന്റുകളും തടസ്സമില്ലാതെ സ്ട്രീം ചെയ്യാൻ കഴിയുന്നത്. ഇനി എല്ലാ ഫീഡുകളും ഒന്നാക്കുന്നു, ബ്രോഡ്കാസ്റ്റ് സെന്റർ വീഡിയോ തയ്യാറാക്കുന്നു, സിഗ്നൽ ഫൈബർ ഒപ്റ്റിക് കേബിളുകളുടെയും സാറ്റലൈറ്റുകളിലൂടെയും യാത്ര ചെയ്യുന്നു. നിങ്ങൾ വേൾഡ് കപ്പ് ഫൈനൽ കാണുമ്പോൾ ഗോൾ മാത്രം കാണരുത്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ക്യാമറ ഓപ്പറേറ്റർമാരെ, എഞ്ചിനീയർമാരെ, സാറ്റലൈറ്റ് വിദഗ്ധരെ, നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സിനെ, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ, AI സിസ്റ്റംസിനെ. കാരണം ഇന്റർനെറ്റ് സയൻസ് സ്റ്റഡി പോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേൾഡ് സ്കോപ്പിലേക്ക് തിരികെ വന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തും. ആരാണ് ജയിച്ചത്, മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? വീണ്ടും കാണാം വേൾഡ് സ്കോപ്പ് മലയാളത്തിൽ. താങ്ക് യു.